തൃശൂർ നാട്ടിക മണ്ഡലത്തിലും കള്ളവോട്ട് ആരോപണമുണ്ട്. BJP ഭരിക്കുന്ന അവനിശ്ശേരി പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ കള്ളവോട്ടുകൾ ചേർത്തതായി പരാതി. ബൂത്ത് നമ്പർ 69 മാത്രം നാട്ടുകാരല്ലാത്ത 79 പേരെയാണ് ചേർത്തത്. ഇവരെല്ലാം വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനിടെ ആരോപണം BJP നിഷേധിച്ചു. വടക്കാഞ്ചേരി കുറ്റൂരിൽ സ്ഥിരതാമസക്കാരായ കോൺഗ്രസ് പ്രവർത്തകൻ അഭിജിത്തും കുടുംബവും പൂങ്കുന്നം ഹരിശ്രീ സ്കൂളിൽ കള്ളവോട്ട് ചെയ്തെന്ന് BJP ആരോപിക്കുന്നു. വീട്ടുടമയെ അറിയാതെ CPM വോട്ട് ചേർത്തതായും BJP ആരോപിക്കുന്നുണ്ട്. തൃശൂരിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്തത് കോൺഗ്രസും CPMുമാണെന്ന് BJP മുൻ ജില്ലാ അധ്യക്ഷനും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KK അനീഷ് കുമാർ റിപ്പോർട്ടറിനോട് പറയുകയും ചെയ്തു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ പുറത്തു വരുന്നു. ആ സമയത്ത് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന KK അനീഷ് കുമാർ ഇപ്പോൾ മനസ്സ് തുറക്കുകയാണ്. നിരവധി ആരോപണങ്ങൾ, ആയിരക്കണക്കിന് വോട്ടുകൾ ചേർത്തു എന്നതാണ് പ്രധാനമായിട്ട് ഉയർന്ന ആരോപണം. ഒരുപാട് ആരോപണങ്ങൾ, നിരവധി തെളിവുകൾ എന്ന രീതിയിൽ വരുന്നുണ്ട്. എന്താ അതിൻ്റെ വസ്തുത? തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആകെ 1275 ബൂത്തുണ്ട് മൊത്തം. അതിൽ ഒരൊറ്റ ബൂത്തിൽ മാത്രമാണ് ഇതുവരെ ആരോപണം ഉയർന്നിട്ടുള്ളത്. 1274 ബൂത്തിലും ഇതുവരെ ഒരു പരാതി പോലും ആരും തന്നെ കൊടുത്തിട്ടില്ല. ആ ആരോപണത്തിൻ്റെ പേരിലാണ് 75,000 വോട്ടിന് ജയിച്ചിട്ടുള്ള സുരേഷ് ഗോപിയുടെ വിജയം അസാധുവാക്കണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ബൂത്തിൽ ആരോപണമില്ല. അപ്പോൾ ഇത് ആ വിജയത്തിൻ്റെ പ്രഭ കെടുത്താൻ വേണ്ടി, മാറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം അഴിച്ചുവിടുന്ന ഒരു ആരോപണം മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ്. വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആരോപണം ഉന്നയിക്കാനെങ്കിലും ഇതുവരെ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? അവരുന്നയിക്കുന്ന ആരോപണം വോട്ടർ പട്ടികയിൽ അനധികൃതമായിട്ട് പേരുകൾ കടന്നുകൂടിയെന്നാണ്. ആ കടന്നുകൂടി എന്ന് പറയുന്ന പേരുകാരും വോട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം അവർ വോട്ട് ചേർപ്പിക്കുക മാത്രമല്ല, ആ വോട്ടുകൾ അവർ കള്ളവോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂങ്കുന്നത്ത് 14/483 എന്ന് പറയുന്ന വീട്ടു നമ്പർ, ആ വീട്ടു നമ്പറിൽ വീട്ടുടമ അറിയാതെ, അവിടെ താമസിക്കുന്ന ആളുകൾ അറിയാതെ, DYFIയുടെ അയ്യന്തോളിലെ നേതാവ് കണ്ണൻ 2 കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ വോട്ട് അവിടെ ചേർപ്പിച്ചു. ഒന്ന് വേണുഗോപാൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ലീന വേണുഗോപാൽ, ആ 2 പേരുടെ പേരും വ്യാജരേഖ ഉപയോഗിച്ച് 14/483 വീട്ടു നമ്പറിൽ ചേർപ്പിച്ച് ആ 2 പേരും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് കള്ളവോട്ട്. ഇത് രണ്ടും CPM നേതാക്കന്മാരാണ് ചേർപ്പിച്ചത്. CPM DYFIയുടെ നേതാവാണ് കണ്ണൻ എന്ന് പറയുന്നത്. ജെയ്സൺ ചാമോളപ്പിലുണ്ട് നമുക്കൊപ്പം. ജെയ്സൺ ചാമോളപ്പിൽ, പൂങ്കുന്നത്തിന് പുറമെ അവനിശ്ശേരി പഞ്ചായത്തിലും കള്ളവോട്ടാരോപണമാണ് ഉണ്ടാവുന്നത്. അവിടെ 69 പേരെ മറ്റോ ചേർത്തു എന്നറിയുന്നു. അവരൊക്കെ വോട്ട് ചെയ്തതായിട്ടും അറിയുന്നുണ്ട്. കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണോ ജെയ്സൺ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. വാർത്തകൾ ഇങ്ങനെ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ ഒഴുകി വരിക തന്നെയാണ്. അതിൽ ഇപ്പോൾ അനീഷ് കുമാർ പറഞ്ഞത് തൃശ്ശൂരിലൊരു ബൂത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ പരാതി എന്നാണ്. പക്ഷേ ഇപ്പോൾ മറ്റൊരു ബൂത്തിൽ കൂടി പരാതി ഉയർന്നു വന്നിരിക്കുന്നു. അതും നാട്ടിക മണ്ഡലമാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നാട്ടിക മണ്ഡലം. അതിൽ തന്നെ അവനിശ്ശേരി പഞ്ചായത്ത് എന്ന് പറയുന്നത് BJPയുടെ ഒരു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടൊരു കോട്ടയാണ്. ആ BJP ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടെയാണ് മൊത്തം 79 പേരെ വോട്ട് ചേർത്തു. അതിൽ ഒരാളുടെ ഏകദേശം 17 വോട്ടുകൾ, ആ 17 വോട്ടുകളിൽ രക്ഷകർത്താവ് ഒരു BJP നേതാവ് ആണെന്നടക്കമുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി പരിശോധന കൂടുന്തോറും വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഓഫീസിൽ ഇന്നലെ പോയപ്പോൾ കണ്ട ഒരു കാഴ്ച, വലിയ രീതിയിൽ ടേബിളൊക്കെ ഇട്ട് നിരവധി പ്രവർത്തകരൊക്കെ ഇരുന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. CPIയുടെ ഓഫീസിലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഈ തൃശ്ശൂരിലെ ഒരു ബൂത്തിൽ കണ്ട ക്രമക്കേട്, ആ ക്രമക്കേട് എല്ലായിടത്തും വ്യാപിച്ചിട്ടുണ്ടെന്ന തിരിച്ചറിവിൽ നിന്ന് കൂടുതൽ പരിശോധനയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടന്നിരിക്കുന്നു. ഇന്ന് VS സുനിൽകുമാർ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്ന ആ തെളിവുകൾ ഇന്ന് അദ്ദേഹം പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ അതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനവും അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. അതേസമയം തന്നെയാണ് പ്രതിരോധം എന്ന നിലയിൽ മറ്റ് ആരോപണങ്ങളുമായി, ഇപ്പോൾ നേരത്തെ അനീഷ് കുമാർ പറഞ്ഞതുപോലെ ഉള്ള ആരോപണങ്ങളുമായി BJP രംഗത്ത് വരുന്നു. അനീഷ് കുമാർ ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിച്ചിരുന്നത് അനീഷ് കുമാറാണ്. അനീഷ് കുമാർ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് സുരേഷ് ഗോപി വിജയിച്ച് കയറുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് അനീഷ് കുമാർ പറയുന്നത് ഈ ഒരൊറ്റ ബൂത്ത് മാത്രമേ ഉള്ളൂ. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ബൂത്തുകൾ വരും. ഇപ്പോൾ തന്നെ നാം നാട്ടിക മണ്ഡലത്തിലെ അവനിശ്ശേരി പഞ്ചായത്തിലെ ഒരു ഏകദേശം 79ഓളം വോട്ടുകൾ സംബന്ധിച്ചുള്ള ഒരു ക്രമക്കേട് പരാതിയാണ് ഇപ്പോൾ
നാം പുറത്തുവിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് എല്ലാ മണ്ഡലങ്ങളിലും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ബന്ധു വോട്ട് എന്ന ഒരു കൺസെപ്റ്റ് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വന്നു എന്നതാണ്. ബന്ധു വോട്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ വിചാരിക്കും ബന്ധുക്കൾക്കൊന്ന് വോട്ട് ചെയ്യാമെന്നല്ല, മറ്റ് മണ്ഡലങ്ങളിലുള്ള ബന്ധുക്കളെ, അടുത്ത ബന്ധുക്കളെ ഓരോ വീടുകളിലും ചേർത്ത് ആ വോട്ട് കൂടി തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്ന് ചെയ്തു എന്നതാണ് ഏറ്റവും ഇത്തരത്തിൽ പല മാർഗങ്ങളിലൂടെ തൃശ്ശൂരിലെ വോട്ടിംഗ് ശതമാനം പോളിംഗ് കൂട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നു എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. അരുൺകുമാർ, ചുരുക്കത്തിൽ ജെയ്സൺ ഒരു പഞ്ചായത്തിലോ ഒരു വാർഡോ പൂങ്കുന്നമോ മാത്രമല്ല, തൃശ്ശൂരിൽ മൊത്തം സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസും CPIയും. ഇതിൽ കൗതുകമായത് ഒരു ബൂത്തിലെ തന്നെ 17 പേരുടെ രക്ഷകർത്താവ് ഒരു BJP നേതാവാണെന്നുള്ളതാണ്. അതിനകത്ത് ഭർത്താവ് അതല്ലെങ്കിൽ രക്ഷിതാവ് ആ സ്ഥാനത്താണല്ലോ ഈ ഒരാൾ വന്നിരിക്കുന്നത്. അത് അത്ഭുതകരം തന്നെ. അതെ, അത് വേണമെങ്കിൽ ഈ BJP നേതാവിന് പറയാം ഞാനിവരുടെ രക്ഷകർത്താവാണെന്ന് അവകാശപ്പെടാം. പക്ഷേ അത് ഒരു നിയമത്തിൻ്റെ സംവിധാനത്തിലോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായിട്ടൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുതന്നെയാണ് ആ വോട്ടിൻ്റെ ക്രമക്കേട് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. 17 വോട്ടുകൾക്ക് എങ്ങനെയാണ് ഒരു രക്ഷകർത്താവ് ഉണ്ടാവുന്നതെന്ന ചോദ്യം ഉയരുന്നതും അത് നിയമവിരുദ്ധമാണ് എന്ന് വ്യക്തമാകുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിൽ മൊത്തം ഒരു 79ഓളം വോട്ടുകൾ ഈ രീതിയിൽ അവിടെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഇതെല്ലാം തന്നെ പോളിംഗ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇത്തരത്തിൽ വിശദമായ പരിശോധന എല്ലായിടത്തും നടക്കുകയാണ്. എല്ലാവരും മെനക്കെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയും സജീവത ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയും ഒഴിവാക്കാൻ കഴിയുമായിരുന്ന മാത്രമല്ല മറ്റു പല രീതിയിലും കാര്യങ്ങൾ മാറിമറിയുമായിരുന്നു. പക്ഷേ അതൊന്നും ആ സമയത്ത് ചെയ്യാതെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നു എന്നതിൻ്റെ ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതും ഒരു ഭാവിയിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കൂടി നമുക്ക് അതിനെ കാണാം. ഓക്കേ.